ലാലേട്ടൻ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല. അതിൽ സത്യമില്ല എന്നുള്ളത് മല്ലിക ചേച്ചിയും അവരുടെ മറ്റ് ആൻ്റണി പെരുമ്പാവൂർ ചേട്ടനൊക്കെ സംസാരിച്ചെന്ന് മനസ്സിലാക്കിയത് അവരെല്ലാം കൃത്യമായിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കി തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ബോധപൂർവം അവരും പങ്കാളിയാണെന്നുള്ളതാണ് ആ ഒരു കഥ ഇങ്ങനെ വരുമെന്ന് അറിയാമല്ലോ. പിന്നെ ഇവർ പറയുന്നത് പ്രിവ്യൂ എവിടെയും കാണിച്ചിട്ടില്ല. അപ്പോൾ അത് എനിക്കും അതിശയം തോന്നുക. കാരണം എല്ലാ സിനിമയ്ക്കും ഏത് വമ്പൻ സിനിമയ്ക്കും ഒരു പ്രിവ്യൂ ഉണ്ടാവും. പ്രിവ്യൂ ഷോ ചിലപ്പം നമ്മൾക്ക് പുറത്തുള്ളവരെ ക്ഷണിക്കില്ല. എന്നാൽ പോലും ഒരു ഇപ്പോൾ സൂപ്പർ സ്റ്റാർസിൻ്റെ പടമാണെങ്കിൽ കൂടി അവരൊരു 10 പേരോ 20 പേരോ ഉള്ളൊരു ഷോ എന്തായാലും ഉണ്ടാവും. ഈ സിനിമയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. 24 ദിവസം മുമ്പാണ് ഇതിൻ്റെ സെൻസറിങ് നടന്നിരിക്കുന്നതെന്നാണ് അറിയുന്നത്. സെൻസർ ബോർഡ് ഉൾപ്പെടെ ഉള്ളവരെ സംശയ നിഴലിൽ നിർത്തുന്ന ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം അത് എന്താണെന്ന് അറിയില്ല. കാരണം സാധാരണ സെൻസർ ബോർഡിലുള്ളവർക്ക് കഥ കിട്ടുമല്ലോ, അങ്ങനെ പലതും ലീക്കാവുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇവർ പല രീതിയിൽ ബ്ലോക്കേജ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സിനെ തകർക്കാൻ വേണ്ടി അത്രയും ഗൂഢമായിട്ടൊക്കെ ശ്രമിച്ചു എന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സത്യം.